നമസ്കാരം. മിഡി സ്റ്റാർ തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. VS അച്യുതാനന്ദൻ മത്സരിക്കുന്നതിനെതിരെ സംസ്ഥാന കമ്മിറ്റിയിൽ 3 പേർ വിമർശമുന്നയിച്ചത് MM ലോറൻസും CN മോഹനും NR ബാലനും. വിമർശനത്തിൽ യെച്ചൂരിക്ക് എതിർപ്പ്. KPSC ലളിത സ്ഥാനാർത്ഥി പട്ടികയിൽ. കൊല്ലം, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റികൾ സമർപ്പിച്ച സ്ഥാനാർത്ഥി പട്ടികയിൽ മാറ്റം വരും. ദുബൈയിൽ ഈ അധ്യയന വർഷം പുതിയ 20 സ്വകാര്യ സ്കൂളുകൾ തുറക്കും. നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ പദ്ധതി പ്രവാസി വിദ്യാർത്ഥികൾക്ക് ആശ്വാസകരമാകും. ഒരു അധ്യയന വർഷം ഇത്രയും സ്കൂളുകൾക്ക് അനുമതി നൽകുന്നത് ഇതാദ്യമായി. സൗദി അറേബ്യയിലെ കരാർ കമ്പനികൾ വൻതോതിൽ തൊഴിലാളികളെ പിരിച്ചുവിടാൻ ആലോചിക്കുന്നതായി റിപ്പോർട്ട്. പിരിച്ചുവിടുമെന്ന സൂചന നൽകി കമ്പനി ഉടമകളുടെ കൂട്ടായ്മ ചേംബർ ഓഫ് കൊമേഴ്സിന് റിപ്പോർട്ട് കൊടുത്തു. കരാർ കമ്പനികൾ പ്രതിസന്ധിയിലായത് എണ്ണവില ഇടിഞ്ഞതോടെ. 32ാമത് ഗൾഫ് ഗതാഗത വാരാചരണത്തിന് തുടക്കം. നിയമലംഘനങ്ങൾക്ക് തടയിടാൻ ബോധവൽക്കരണത്തിനൊപ്പം കടുത്ത ശിക്ഷാ നടപടികളും ഉണ്ടാകുമെന്ന് ട്രാഫിക് വിഭാഗം. ഉദ്ഘാടനം നിർവഹിച്ചത് ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ സൈഫ് അബ്ദുള്ള അൽസഫാർ. വിശദമായ വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VS മലമ്പുഴയിലും പിണറായി വിജയൻ ധർമ്മടത്തും മത്സരിക്കും. CPM സംസ്ഥാന കമ്മിറ്റിയാണ് ഇതിന് അംഗീകാരം നൽകിയത്. VS മത്സരിക്കുന്നതിനെ കമ്മിറ്റിയിൽ 3 പേർ എതിർത്തു. ഭൂരിഭാഗം മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി നിർണയം സംസ്ഥാന കമ്മിറ്റി പൂർത്തിയാക്കി. അനിശ്ചിതത്വമുള്ള മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനായി നാളെ ജില്ലാ കമ്മിറ്റികൾ വീണ്ടും ചേരും. അച്യുതാനന്ദൻ മലമ്പുഴയിലും പിണറായി വിജയൻ ധർമ്മടത്തും മത്സരിക്കണമെന്ന സെക്രട്ടേറിയറ്റ് നിർദ്ദേശമാണ് സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചത്. ഇത് 3ാം തവണയാണ് VS മലമ്പുഴയിൽ ജനവിധി തേടുന്നത്. VS മത്സരിക്കുന്നതിനെ സംസ്ഥാന കമ്മിറ്റിയിൽ 3 പേർ എതിർത്തു. MM ലോറൻസ്, CM മോഹനൻ, NR ബാലൻ എന്നിവരാണ് VSനെതിരെ രംഗത്ത് വന്നത്. VS മത്സരിക്കുന്നതിനോട് ജനങ്ങൾക്ക് താൽപര്യമില്ലെന്നായിരുന്നു ഇവരുടെ വിമർശം. എന്നാൽ ജനങ്ങളുടെ അഭിപ്രായം പറയേണ്ട, സ്വന്തം അഭിപ്രായം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ചർച്ച വിലക്കുകയായിരുന്നു. സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ തോമസ് ഐസക്, EP ജയരാജൻ, AK ബാലൻ, M മണി, TP രാമകൃഷ്ണൻ എന്നിവരുടെ സ്ഥാനാർത്ഥിത്വത്തിനും സംസ്ഥാന കമ്മിറ്റി അംഗീകാരം നൽകി. ജയസാധ്യത പരിഗണിച്ച് സിറ്റിംഗ് MLA മാരിൽ പലർക്കും സീറ്റ് വീണ്ടും നൽകിയിട്ടുണ്ട്. S ശർമ്മ, സാജു പോൾ, G സുധാകരൻ, AM ആരിഫ്, A പ്രദീപ് കുമാർ, ശ്രീരാമകൃഷ്ണൻ എന്നിവരുൾപ്പെടെയുള്ളവരാണ് വീണ്ടും മത്സരിക്കുക. ജില്ലാ സെക്രട്ടറിമാർ മത്സരിക്കരുതെന്ന നിബന്ധനയിൽ നിന്ന് 3 പേരെ ഒഴിവാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രൻ, തൃശൂർ ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ, വയനാട് ജില്ലാ സെക്രട്ടറി CK ശശീന്ദ്രൻ എന്നിവരാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചത്. അതേസമയം ജില്ലാ കമ്മിറ്റികളുടെ സാധ്യതാ പട്ടികയിലുണ്ടായിരുന്ന P രാജീവ്, VN വാസവൻ, സജി ചെറിയാൻ എന്നീ ജില്ലാ സെക്രട്ടറിമാരെ സംസ്ഥാന കമ്മിറ്റി സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. KK ശൈലജയും TN സീമയുമാണ് സ്ഥാനാർത്ഥി പട്ടികയിലെ വനിതാ സാന്നിധ്യങ്ങളിൽ പ്രമുഖർ. KK ശൈലജ പേരാവൂരിലും TN സീമ വട്ടിയൂർക്കാവിലും മത്സരിക്കും. സ്ഥാനാർത്ഥി പട്ടികയിൽ അപ്രതീക്ഷിതമായി ഇടം പിടിച്ചത് സിനിമാ താരം KPSC ലളിതയാണ്. തൃശൂർ വടക്കാഞ്ചേരിയിലാണ് KPSC ലളിത മത്സരിക്കുക. ഒരു മണ്ഡലത്തിൽ ഒന്നിൽ കൂടുതൽ പേരുകൾ നൽകിയിട്ടുള്ള ഇടങ്ങളിൽ ഒരു പേര് മാത്രം നൽകാൻ ജില്ലാ കമ്മിറ്റികൾക്ക് സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശം നൽകി. ഇതിനായി നാളെ ജില്ലാ കമ്മിറ്റികളും സെക്രട്ടേറിയറ്റുകളും അടിയന്തരമായി വിളിച്ചു ചേർക്കും. യോഗ്യരായ സ്ഥാനാർത്ഥികളില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ആറന്മുള മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പട്ടിക സംസ്ഥാന കമ്മിറ്റി റദ്ദാക്കിയിട്ടുമുണ്ട്. K സജീഷ്, മീഡിയ 1, തിരുവനന്തപുരം. ദുബൈയിൽ ഈ അധ്യയന വർഷം പുതിയ 20 സ്വകാര്യ സ്കൂളുകൾ തുറക്കാൻ പദ്ധതി. നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. സ്കൂൾ പ്രവേശനത്തിന് ബുദ്ധിമുട്ടുന്ന പ്രവാസി രക്ഷിതാക്കൾക്ക് നടപടി ഏറെ ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷ. KHDA മേധാവി ഡോക്ടർ അബ്ദുള്ള കറമാണ് ദുബൈ എമിറേറ്റിൽ പുതിയ സ്വകാര്യ സ്കൂളുകൾ അനുവദിക്കുമെന്ന കാര്യം വ്യക്തമാക്കിയത്. 15 മുതൽ 20 വരെ സ്കൂളുകൾക്ക് അനുമതി നൽകാനാണ് അതോറിറ്റി ഉദ്ദേശിക്കുന്നത്. ഒരു അധ്യയന വർഷം ഇത്രയും സ്വകാര്യ സ്കൂളുകൾക്ക് അനുമതി നൽകുന്നത് ആദ്യമാണെന്ന് കറം ചൂണ്ടിക്കാട്ടി. മൊത്തം സീറ്റുകളുടെ 11% മാത്രമാണ് പുതിയ പ്രവേശനത്തിന് ലഭ്യമാകുകയെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. 173 സ്കൂളുകളിലായി 2,65,299 കുട്ടികളാണ് ദുബൈയിൽ പഠിക്കുന്നത്. ഇവയിൽ 65 സ്കൂളുകൾ ബ്രിട്ടീഷ് കരിക്കുലം പിന്തുടരുമ്പോൾ 32 സ്കൂളുകളാണ് ഇന്ത്യൻ സിലബസ് പഠിപ്പിക്കുന്നത്. പുതിയ സ്കൂളുകൾ ഏതൊക്കെ സിലബസാണ് പിന്തുടരുകയെന്ന് പിന്നീട് തീരുമാനിക്കും. ദുബൈയിലെ സ്കൂളുകളിൽ പഠിക്കുന്ന വിദേശികളിൽ ഭൂരിപക്ഷവും ഇന്ത്യക്കാരാണ്. വിദേശി വിദ്യാർത്ഥികളിൽ 30% ഇന്ത്യക്കാരാണെങ്കിൽ 8% ഈജിപ്ഷ്യൻ വിദ്യാർത്ഥികളാണ് 2ാം സ്ഥാനത്ത്. 6% വരുന്ന പാകിസ്ഥാനികൾക്കാണ് 3ാം സ്ഥാനം. ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് പ്രവേശനത്തിന് സ്കൂൾ ലഭിക്കാതെ ഏറ്റവും കൂടുതൽ വലയുന്നതും. മീഡിയ 1, ദുബായ്. ഈ വാർത്തയോട് പ്രതികരിക്കാൻ വിദ്യാഭ്യാസ പ്രവർത്തകയായ റീന സലീം ഉണ്ട് ടെലിഫോൺ ലൈനിൽ. റീന സലീം, ഇപ്പോൾ പുതുതായി 20 സ്വകാര്യ സ്കൂളുകൾ കൂടി അനുവദിക്കാനാണ് അനുമതി നൽകിയിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പ്രവാസികൾക്ക്, അതായത് സാധാരണക്കാരായ പ്രവാസി വിദ്യാർത്ഥികൾക്ക് ഈ നടപടി എത്തരത്തിലാണ് ഗുണം ചെയ്യുക?
നമ്മള് ഇപ്പൊ ന്യൂസിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഈ സീറ്റ് ഇല്ലാത്ത പ്രശ്നം കാരണം വീർപ്പ് മുട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അവർക്കൊരു നല്ല ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ KHDA മേധാവി അബ്ദുള്ള അൽ കരം സാർ പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ന്യൂസ് പ്രകാരം 27 പുതിയ സ്കൂളുകളാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് സ്കൂൾസ് വരുമ്പോൾ ഈ സീറ്റ് കിട്ടാതെയുള്ള ഈ ബുദ്ധിമുട്ടിന് വലിയൊരു ആശ്വാസമാണ് ശരിക്കും വരുന്നത്. ഇനിയിപ്പോ നമുക്കുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാല് ഈ KHDA നോംസിന് അവർക്ക് കറക്റ്റായ നോംസ് ഉണ്ട് ഓരോ കാര്യങ്ങൾക്കും, ഇത്ര ഫെസിലിറ്റി വേണം എന്നുള്ള കാര്യം. അപ്പൊ ഒന്നാമത്തെ കാര്യം നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഫെസിലിറ്റി ഉള്ള ഒരു വിദ്യാഭ്യാസമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ പുതിയ സ്കൂൾസ് വരുന്നത് കൊണ്ട് അവര് എത്രയും കൂടുതൽ പാരന്റ്സിനെ അതിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഇൻസ്റ്റാൾമെന്റ് പാക്കേജസ് ഒക്കെയാണ് ഇപ്പൊ ഓഫർ ചെയ്യുന്നത്. അതായത് കൂടുതൽ ഡിസ്കൗണ്ട് ഫാമിലീസിനൊക്കെ, പിന്നെ ഒന്നിലധികം കുട്ടികൾ പഠിക്കുന്ന പാരന്റ്സ്, അതായത് ഒന്നിലധികം കുട്ടികളുള്ള പാരന്റ്സിന് അവർക്ക് ഇൻസ്റ്റാൾമെന്റ് റേറ്റിലായിട്ട് ഫീസ് അടയ്ക്കാനുള്ള സൗകര്യങ്ങളും പിന്നെ അതിന്റെ ഡിസ്കൗണ്ട് റേറ്റ്സും അങ്ങനെയൊക്കെ കൊടുത്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു കോമ്പറ്റീഷൻ ലെവൽ ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നത്. അപ്പൊ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് വരുന്നത് ഒന്നിലധികം കുട്ടികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു ബെനിഫിറ്റ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഇൻസ്റ്റാൾമെന്റ് ഒക്കെ കിട്ടുമ്പോൾ നിലവിൽ 32 സ്കൂളുകളിലാണ് ഇന്ത്യൻ സിലബസ് പഠിപ്പിക്കുന്നത്. ബ്രിട്ടീഷ് കരിക്കുലം പഠിപ്പിക്കുന്ന സ്കൂളുകളുടെ എണ്ണം കൂടുകയാണ് താനും, അതും കൂടെ പരിഗണിക്കേണ്ടി വരും. മാത്രമല്ല നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ഇന്ത്യക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളാണ് അവിടെ കൂടുതലുള്ളത് എന്നിരിക്കെ ഇത്തരത്തിൽ ഈ ബ്രിട്ടീഷ് കരിക്കുലം പഠിപ്പിക്കുന്ന സ്കൂളുകളുടെ എണ്ണം കൂടുന്നത് എത്രത്തോളം ഗുണം ചെയ്യും, അല്ലെങ്കിൽ ആ പ്രവണത എന്തിനാണ് സൂചിപ്പിക്കുന്നത്? നോക്കൂ, നമ്മളൊരു വിദേശ രാജ്യത്താണ് നമ്മളൊക്കെ താമസിക്കുന്നത്. അപ്പോ എന്റെ ഒരു അറിവനുസരിച്ച് എല്ലാ ഇന്ത്യക്കാരും ഇന്ത്യൻ കരിക്കുലം അല്ല ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞതുപോലെ നമുക്ക് വളരെ കുറച്ച് സ്കൂളുകൾ ഇവിടെ ഇന്ത്യൻ കരിക്കുലം ഫോളോ ചെയ്യുന്നുള്ളൂ. മറ്റതെല്ലാം ഒന്നെങ്കിൽ IGCS അല്ലെങ്കിൽ IB കരിക്കുലം, ഇങ്ങനെയുള്ള UK പിന്നെ ബ്രിട്ടീഷ് ബേസ്ഡ് ആയിട്ടുള്ള കരിക്കുലമാണ് കൂടുതൽ വരുന്നത്. അപ്പൊ അതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാല് ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് ഒരു വെറൈറ്റി ഓഫ് കരിക്കുലാസ് ഇവിടെ ചൂസ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ട്. നമുക്ക് കൂടുതൽ ചോയ്സുകൾ ഉണ്ട് ഇവിടെ. പിന്നെ നമ്മുടെ ലോകത്തുള്ള എല്ലാ ഇടങ്ങളിലും ഉള്ള സ്കൂൾസിന്റെ ബ്രാഞ്ചസ്, ഇന്റർനാഷണൽ ബ്രാഞ്ചസ് ദുബായിൽ പ്രത്യേകിച്ചും ഉണ്ട്. അപ്പൊ നമുക്ക് ലോകത്തില് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥാപനങ്ങളുടെ ഒരു സ്വീകാര്യത അല്ലെങ്കിൽ ഒരു സൗകര്യം ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ KHDA നോംസ് അനുസരിച്ച് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ് ഇവരെല്ലാം നമുക്ക് പ്രോമിസ് ചെയ്യുന്നത്. അതൊരു വേള ശരിയുമാണ്. ഇപ്പൊ നമ്മൾ എടുത്തു നോക്കിയാൽ ഈ 2008 മുതലുള്ള KHDA ഒരു ചരിത്രം, ഈ 2015 വരെയുള്ള റിസൾട്ട് ഇപ്പൊ വന്നു കഴിഞ്ഞു 2015. അപ്പൊ അതുവരെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയുള്ള സ്കൂളുകളുടെ പിന്നെ സൗകര്യങ്ങൾ കൂടിയിട്ടുണ്ടെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവാൻ പറ്റും. അതിന് ഒന്നാമത്തെ ഉദാഹരണം ഈ KHDA ഇൻസ്പെക്ഷൻ തുടങ്ങുന്ന വർഷം 2008 വെറും 4 ഔട്ട്സ്റ്റാൻഡിംഗ് സ്കൂളാണ് ഉണ്ടായിരുന്നത്, വെറും 4. ഈ വർഷം 2015 അക്കാഡമിക് ഇയറിലെ റിസൾട്ട് വന്നപ്പോൾ അത് 14 ഉയർന്നു. ഇതില് ഇന്ത്യൻ സ്കൂൾസ് വെറും 4 എണ്ണമാണ് ഈ ഔട്ട്സ്റ്റാൻഡിംഗ് കാറ്റഗറിയിൽ വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം മറ്റുള്ള കരിക്കുലംസ് ആണ് വരുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കൂടുതൽ ഫെസിലിറ്റിയും KHDA ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സൗകര്യവും പിന്നെ അങ്ങനെയുള്ള പഠനവും കൊടുക്കുന്ന അവരുടെ നോംസിനനുസരിച്ച് നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ എൻഷുർ ചെയ്യുന്ന നിലവിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ പലപ്പോഴും ഗൾഫിൽ നിന്ന് പ്രവാസി വിദ്യാർത്ഥികൾ പഠനം അവിടെ ഉപേക്ഷിച്ച് നാട്ടിലെത്തി പഠനം തുടരുക എന്നുള്ളൊരു രീതിയാണ് പലപ്പോഴും കാണുന്നത്. അത് കൂടുതലായി പലപ്പോഴും ഈ അടുത്ത കാലത്ത് വിദ്യാർത്ഥികൾ കൂടുതലായി പഠനം ഉപേക്ഷിച്ച് പോരുന്നു എന്ന റിപ്പോർട്ടുകൾ കൂടി ഉണ്ടായിരുന്നു. 20 സ്വകാര്യ സ്കൂളുകൾക്ക് കൂടി അനുമതി കൊടുക്കുന്നത് എത്തരത്തിലായിരിക്കും ഈ വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുക, അല്ലെങ്കിൽ എത്രത്തോളം അവർക്ക് ഗുണകരമായിരിക്കും ഈ നടപടി? ഇപ്പോ ഈ പിന്നെ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് പോവുക എന്നത് നമ്മുടെ നാട്ടില് നമ്മുടെ ആൾക്കാരുടെ ഒരു ട്രെൻഡാണ്. ഇത് പിന്നെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് കേരളത്തിലെ കുട്ടികളിലാണ്. അതായത് പിന്നെ അവര് ഒന്നെങ്കിൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ 12ാം ക്ലാസ് അത് കഴിയുമ്പോൾ കൂടുതലായിട്ട് അവർ ഓപ്റ്റ് ചെയ്യുന്ന നാട്ടിലെ എഡ്യൂക്കേഷനാണ്. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം ഇവിടെ അവർക്ക് തുടർ വിദ്യാഭ്യാസത്തിനുള്ള ചോയ്സസ് കുറവാണ്. ഇപ്പൊ ഈ തുടങ്ങാൻ പോകുന്ന സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ സ്കൂൾ ലെവലാണ്, അതായത് 12ാം ക്ലാസ് വരെയുള്ള എഡ്യൂക്കേഷനാണ്. അല്ലാണ്ട് കൂടുതലായിട്ട് 12ന് ശേഷമുള്ള ഉപരിപഠനം എന്നത് ഇവിടെ അതിനുള്ള ചോയ്സുകൾ കുറവാണ്. അപ്പൊ ആ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഒട്ടുമിക്ക വിദ്യാർത്ഥികളും 10 അല്ലെങ്കിൽ 12 കഴിയുമ്പോൾ നാട്ടിലേക്ക് ചേക്കേറുന്നത്. പിന്നെ ഒന്നാമത്തെ കാര്യം അവർക്ക് കൂടുതൽ ചോയ്സ് നാട്ടിലാണുള്ളത്. പിന്നെ നമ്മള് പിന്നെ സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിലും നാട്ടിലെ വിദ്യാഭ്യാസമാണ് ഇവിടത്തേക്കാളും കുറച്ചുകൂടി ചീപ്പായിട്ടുള്ളത്.
പിന്നെ അവർക്ക് പിന്നെ കുടുംബത്തിനോടൊപ്പം നിന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും. ഇതാണ് ഇതിന്റെ ഈ പ്രവണതയുടെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റുള്ള തീരെ നിവൃത്തിയില്ലാത്തവർ ഇവിടെ നിന്ന് തന്നെ പഠിക്കുന്നുണ്ട്. അങ്ങനെ പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ട്. പക്ഷെ കൂടുതലായിട്ട് കണ്ടുവരുന്ന പ്രവണത ഒരു 10 അല്ലെങ്കിൽ 12 കഴിയുമ്പോൾ നാട്ടിലേക്ക് ചേക്കേറുക എന്നുള്ളതാണ്. അതിന് ഞാൻ പറഞ്ഞ കാരണങ്ങളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നന്ദി റീന സലീം ഞങ്ങളോട് പ്രതികരിച്ചതിന് ഈ അവസരത്തിൽ. മറ്റൊരു വാർത്തയിലേക്ക്. ദുബായിലെ 173 സ്വകാര്യ സ്കൂളുകളിലായി 183 രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്. എന്നാൽ ഒരേയൊരു വിദ്യാർത്ഥിയെ മാത്രം ദുബായിൽ പഠിപ്പിക്കുന്ന 3 രാജ്യങ്ങളും ലോകത്തുണ്ട്. നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് ദുബായ് സ്കൂളുകളെക്കുറിച്ചുള്ള കൗതുകകരമായ വിവരങ്ങൾ പുറത്തുവിട്ടത്. ദുബൈയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുള്ളത് ഇന്ത്യയിൽ നിന്നാണ്. ഈജിപ്ത്, പാകിസ്ഥാൻ, നൈജീരിയ, ജോർദാൻ എന്നിവയാണ് വിദ്യാർത്ഥികളുടെ എണ്ണത്തിന്റെ പട്ടികയിൽ ഇന്ത്യക്ക് പിറകിലായി കടന്നുവരുന്ന രാജ്യങ്ങൾ. എന്നാൽ ഒരേയൊരു വിദ്യാർത്ഥിയെ ദുബൈയിൽ പഠിപ്പിക്കുന്ന 3 രാജ്യങ്ങളുണ്ട്. ഭൂട്ടാൻ, മാർഷൽ ദ്വീപ്, എൽ സാൽവദോർ എന്നിവയാണ് ഈ രാജ്യങ്ങൾ. ദുബൈയിലെ സ്കൂളുകളിൽ പഠിക്കുന്ന ആൺകുട്ടികളിൽ ഏറ്റവും സാധാരണയായ പേര് മുഹമ്മദാണ്. പെൺകുട്ടികളിൽ മറിയം എന്ന പേരാണ് ഏറ്റവും കൂടുതലുള്ളത്. കുട്ടികൾക്കിടയിൽ 2ാം പേരും കുടുംബ പേരുമായി ഏറ്റവും കൂടുതലുള്ളത് അഹമ്മദ്, അലി, ഹുസൈൻ, ഖാൻ, കുമാർ എന്നീ പേരുകളാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ ജന്മദിനം ആഘോഷിക്കുന്നത് ഒക്ടോബർ 10-നാണെന്ന് KCDA കണക്കുകൾ പറയുന്നു. കഴിഞ്ഞ അധ്യയന വർഷം ദുബൈയിലെ സ്വകാര്യ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ഫീസിനത്തിൽ മാത്രമായി നൽകിയത് 6.1 ബില്യൺ ദർഹമാണ്. ദുബൈയിലെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ 1.7% വരും ഇത്. 60% കുട്ടികളും 20,000 ദർഹത്തോളം അഥവാ 36 ലക്ഷത്തോളം രൂപ വർഷം സ്കൂൾ ഫീസ് നൽകുന്നുവെന്നാണ് കണക്ക്. ഈ വർഷം ദുബൈയിലെ സ്കൂളുകൾക്ക് ഫീസ് വർദ്ധിപ്പിക്കാൻ സർക്കാർ അനുമതി നൽകിയതോടെ ഈ കണക്ക് ഇനിയും ഉയർന്നേക്കും. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്. വാർത്തകൾ തുടരുന്നു. സൗദിയിലെ നിരവധി കരാർ കമ്പനികൾ വൻതോതിൽ തൊഴിലാളികളെ പിരിച്ചുവിടാൻ ആലോചിക്കുന്നതായി റിപ്പോർട്ട്. കരാർ കമ്പനി ഉടമസ്ഥരുടെ കൂട്ടായ്മ കിഴക്കൻ പ്രവിശ്യ ചേംബർ ഓഫ് കൊമേഴ്സിന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇത് സൂചിപ്പിക്കുന്നത്. എണ്ണവില കുറഞ്ഞതോടെ വൻകിട കരാറുകൾ ഇല്ലാതായതാണ് കരാർ കമ്പനികൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്. എണ്ണവില കുത്തനെ ഇടിഞ്ഞതോടെ സൗദിയിലെ കരാർ കമ്പനികൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. 100-ലധികം വൻകിട കരാറുകളാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളായ സൗദി അരാംകോ, സാബിക്, സദാര, റോയൽ കമ്മീഷൻ എന്നിവ നിർത്തിവച്ചിരിക്കുന്നത്. ഈ കരാറുകൾ പ്രതീക്ഷിച്ച് 100ഓളം തൊഴിലാളികളെ കൊണ്ടുവന്ന ചെറുതും വലുതുമായ കരാർ കമ്പനികളാണ് തൊഴിലാളികൾക്ക് ശമ്പളം പോലും കൊടുക്കാൻ കഴിയാതെ പ്രയാസത്തിലായിരിക്കുന്നത്. പ്രമുഖ സൗദി ബാങ്ക് നാഷണൽ കമേഴ്സ്യൽ ബാങ്കിന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ മാസങ്ങളിൽ പൊതുസ്വകാര്യ കരാറുകളിൽ 47% ഇടിവാണ് സംഭവിച്ചത്. ഇത് ഏകദേശം രാജ്യത്ത് പ്രവർത്തിക്കുന്ന 500ഓളം കരാർ സ്ഥാപനങ്ങൾ പ്രതിസന്ധിയിലാകുമെന്നാണ് കണക്ക്. സ്ഥിതിഗതികൾ ഇങ്ങനെ തുടരുകയാണെങ്കിൽ വൻതോതിൽ തൊഴിലാളികളെ പിരിച്ചുവിട്ട് ചിലവ് കുറക്കാനുള്ള മാർഗം തേടുകയാണ് മിക്ക സ്ഥാപനങ്ങളും. വലിയ ശമ്പളം പറ്റുന്ന ഉന്നത ഉദ്യോഗസ്ഥരെയാണ് ആദ്യഘട്ടത്തിൽ പിരിച്ചുവിടുക എന്നാണ് ഉടമസ്ഥർ പറയുന്നത്. സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിൽ മാത്രം 7 ലക്ഷത്തിലധികം വിദേശികൾ കരാർ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. എണ്ണവില $50 മുകളിലേക്ക് എത്താൻ 2017 മുൻപ് സാധ്യതയില്ലെന്ന പഠന റിപ്പോർട്ടുകൾ വന്നതോടെ വൻതോതിൽ പിരിച്ചുവിടൽ പ്രക്രിയ ഉടനെ ആരംഭിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ചെറിയ തോതിൽ തൊഴിലാളികളെ പിരിച്ചുവിടുന്ന പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞു. മുഹമ്മദ് ഷരീഫ്, മീഡിയ 1, ദമാം. സൗദിയിലെ അൽ ഖസീം പ്രവിശ്യയിലും അനധികൃത താമസക്കാർക്കും തൊഴിലാളികൾക്കുമെതിരെ നിയമം കർശനമാക്കുന്നു. കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ 3073 നിയമലംഘകരെ പിടികൂടിയതായി ഖാസിം മേഖല പോലീസ് വക്താവ് മേജർ ബദർ അൽ ഷൈബാനി പറഞ്ഞു. കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം അനുസരിച്ച് പിടികൂടിയവരെ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറിയതായും അദ്ദേഹം അറിയിച്ചു. കുവൈത്തിൽ 3 മാസങ്ങൾക്കിടെ നടന്ന പോലീസ് പരിശോധനകളിൽ 47,000 അനധികൃത വിദേശികളെ കസ്റ്റഡിയിലെടുത്തതായി ആഭ്യന്തര മന്ത്രാലയം. പിടിയിലായവരിൽ 6,000-ഓളം പേരെ നാടുകടത്തി. പ്രത്യേക രാജ്യക്കാർ ചേർന്ന് ചേരികൾ ഉണ്ടാക്കുന്ന പ്രവണത കുവൈത്തിന്റെ മണ്ണിൽ അനുവദിക്കില്ലെന്നും മുന്നറിയിപ്പ് നൽകി. പൊതുസുരക്ഷാകാര്യ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അബ്ദുൽ ഫത്താഹ് അലി വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഡിസംബർ അവസാന വാരത്തിൽ തുടക്കമിട്ട പരിശോധനാ ക്യാമ്പയിൻ വൻ വിജയമായിരുന്നുവെന്ന് പറഞ്ഞ അബ്ദുൽ ഫത്താഹ് അലി സഹകരിച്ച ഉദ്യോഗസ്ഥരെയും പോലീസിതര വകുപ്പുകളെയും അഭിനന്ദിച്ചു. 3 മാസത്തിനുള്ളിൽ അനധികൃത താമസക്കാരും നിയമലംഘകരുമായ 47,000 വിദേശികളെ രാജ്യത്തിന്റെ പലയിടങ്ങളിൽ നിന്നായി പിടികൂടാൻ ക്യാമ്പയിൻ വഴി സാധിച്ചു. പിടിയിലായവരിൽ 60% ആളുകളെ പിന്നീട് രേഖകൾ ഹാജരാക്കിയതിനാൽ വിട്ടയച്ചു. 6,000 പേരെയാണ് ഇതിനോടകം നാടുകടത്തിയത്. നാടുകടത്തപ്പെട്ടവരിലേറെയും അവിദഗ്ധ തൊഴിലാളികളാണ്. നിരവധി പിടികിട്ടാപ്പുള്ളികളെ കണ്ടെത്താനും പോലീസിന്റെ പഴുതടച്ച പരിശോധന വഴി സാധിച്ചു.
ഇത്തരക്കാരെ തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറിയിട്ടുണ്ട്. പ്രത്യേക രാജ്യക്കാർ ഒന്നിച്ചു താമസിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നാണ് കൂടുതൽ നിയമലംഘകരെ കണ്ടെത്താൻ കഴിഞ്ഞത്. ഇത്തരം പ്രദേശങ്ങളിൽ പോലീസ് പരിശോധനയ്ക്കെത്തില്ല എന്ന ധാരണയാണ് നിയമവിരുദ്ധമായി രാജ്യത്ത് തങ്ങുന്ന വിദേശികളും വെച്ചു പുലർത്തുന്നത്. ഇത് മിഥ്യാധാരണ മാത്രമാണെന്നും കുവൈത്തിന്റെ മണ്ണിൽ വിദേശ ചേരികളുണ്ടാക്കാൻ അനുവദിക്കില്ലെന്നും പൊതുസുരക്ഷാ മേധാവി വ്യക്തമാക്കി. ക്യാമ്പയിൻ ആരംഭിച്ചതിനു ശേഷം രാജ്യത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള കണക്ക് പ്രകാരം കുറ്റകൃത്യങ്ങളുടെ നിരക്കിൽ 24% കുറവുണ്ടായതായും അബ്ദുൽ ഫത്താഹ് അലി പറഞ്ഞു. റെയ്ഡുകളിൽ വിദേശികളോട് മോശമായി പെരുമാറുകയോ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ലെന്നും പരിശോധനകളുടെ വീഡിയോ ദൃശ്യങ്ങൾ മന്ത്രാലയം ഫയൽ ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. കുവൈത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ആഭ്യന്തര വകുപ്പിന്റെ പരിശോധനാ ക്യാമ്പയിൻ തുടരുന്നു. ഷുവൈഖ്, സുലബിയ, അൽ റായി എന്നിവിടങ്ങളിലാണ് ഞായറാഴ്ച റെയ്ഡ് നടന്നത്. പുകവലിക്കാരെ പിടിക്കാൻ പരിസ്ഥിതി പോലീസും പരിശോധന തുടങ്ങി. വിദേശികളിലെ അവിദഗ്ധ ജോലിക്കാർ കൂടുതലായുള്ള ഷുവൈഖ്, സുലൈബിയ വ്യവസായ മേഖലകളിലും അൽറായിലെ ഫ്രൈഡേ മാർക്കറ്റിലുമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ റെയ്ഡ് നടന്നത്. 3 7000-ലേറെ പേരെ കസ്റ്റഡിയിലെടുത്തെങ്കിലും രേഖകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്കു ശേഷം 5221 പേരെ വിട്ടയച്ചു. ബാക്കിയുള്ളവരിൽ ഇഖാമ നിയമലംഘകരെ നാടുകടത്തൽ കേന്ദ്രത്തിലേക്കും മറ്റു കേസുകളിൽ ഉൾപ്പെട്ടവരെ ബന്ധപ്പെട്ട വകുപ്പുകൾക്കും കൈമാറി. ഷുവൈഖ് വ്യവസായ മേഖലയിൽ നിന്ന് 1566 പേരും സുലൈബിയയിൽ നിന്ന് 299 പേരും ജുമാസൂക്കിൽ നിന്ന് 191 പേരുമാണ് സൂക്ഷ്മ പരിശോധനയ്ക്കു ശേഷം അറസ്റ്റിലായത്. അതിനിടെ പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധനം കർശനമാക്കുന്നതിന്റെ ഭാഗമായി ഷോപ്പിംഗ് മാളുകൾ കേന്ദ്രീകരിച്ച് പരിസ്ഥിതി പോലീസും പരിസ്ഥിതി അതോറിറ്റിയും സംയുക്തമായി പരിശോധനാ ക്യാമ്പയിൻ ആരംഭിച്ചു. അവന്യൂസ് മാളിൽ നടന്ന പരിശോധനയിൽ വിദേശികളും സ്വദേശികളുമായ നിരവധി പേർക്ക് പുകവലിച്ചതിന്റെ പേരിൽ പിഴയിട്ടതായി പരിസ്ഥിതി പോലീസ് അറിയിച്ചു. നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന കാരണത്താൽ പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ എടുത്തുമാറ്റാനും നിലവാരമില്ലാത്ത സ്മോക്കിംഗ് ക്യാബിനുകൾ മാറ്റിസ്ഥാപിക്കാനും പരിസ്ഥിതി പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിയമങ്ങൾ പാലിക്കാതെ പുകവലിക്കാർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്ന സ്ഥാപനങ്ങൾ 5000 ദിനാർ വരെ പിഴയൊടുക്കേണ്ടി വരുമെന്ന് പരിസ്ഥിതി പോലീസ് മുന്നറിയിപ്പ് നൽകി. മീഡിയ 1 കുവൈറ്റ് സിറ്റി. കഴിഞ്ഞ ദിവസം UAE-യിലുണ്ടായ മഴക്കെടുതികൾ എന്ന വ്യാജേന ഇല്ലാത്ത ചിത്രങ്ങളും ദൃശ്യങ്ങളും ഇന്റർനെറ്റ് വഴി പ്രചരിപ്പിച്ചാൽ കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് മുന്നറിയിപ്പ്. 10 ലക്ഷം ദിർഹം പിഴയും 3 വർഷം വരെ തടവും ലഭിക്കാവുന്ന കുറ്റമാണിത്. സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ ജനങ്ങളിൽ ആശയക്കുഴപ്പത്തിന് ഇടയാക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. വ്യാജ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത് രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്നതിന് തുല്യമാണെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. പ്രവാസികൾക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെട്ട രാജ്യം ബഹ്റൈൻ എന്ന സർവേ ഫലം. ഹോങ്കോങ്, ഷാങ്ഹായ് ബാങ്കിംഗ് കോർപ്പറേഷൻ നടത്തിയ സർവേയിലാണ് ബഹ്റൈൻ പ്രവാസികളുടെ പ്രിയപ്പെട്ട രാജ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. സർവേയിൽ പങ്കെടുത്ത 66% പ്രവാസികളും തങ്ങൾക്ക് ബഹ്റൈനിൽ ജീവിക്കാൻ സന്തോഷമാണെന്ന് അഭിപ്രായപ്പെട്ടു. പ്രവാസികൾക്ക് മികച്ച ജീവിതാനുഭവങ്ങൾ നൽകുന്ന രാജ്യമാണ് ബഹ്റൈൻ എന്നും സർവേ പറയുന്നു. വിദേശികളോട് രാജ്യത്ത് തുറന്ന സമീപനം സ്വദേശികൾ വെച്ച് പുലർത്തുന്നതായും സൗഹൃദപരമായ ചുറ്റുപാടുകൾ ബഹ്റൈനെ പ്രിയങ്കരമാക്കുന്നതായും സർവേയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസദിനെ പുറത്താക്കാതെ രാജ്യത്ത് രാഷ്ട്രീയ സുതാര്യത നടപ്പാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് മുഹമ്മദ് അലൌഷ്. സിറിയയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള 2ാം ഘട്ട ചർച്ചകൾ നാളെ ജനീവയിൽ തുടങ്ങാനിരിക്കെയാണ് പ്രതിപക്ഷത്തിന്റെ പ്രതികരണം. പ്രസിഡന്റിനെ ചൊല്ലി നിലനിൽക്കുന്ന വിവാദം ജനീവയിൽ നടക്കുന്ന ചർച്ചയിൽ വിഷയമാകില്ലെന്ന സിറിയൻ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് പ്രതിപക്ഷത്തിന്റെ പ്രതികരണം. വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന ഉപയോഗശൂന്യമെന്നാണ് അലൌഷ് വിശേഷിപ്പിച്ചത്. يعني نحن نعتبر أن المرحلة الانتقالية تبدأ برحيل بشار الأسد أو بموته. ഫെബ്രുവരി 27-നാണ് സിറിയയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത്. കരാറിന്റെ ഭാഗമായി ബഷാർ സൈന്യവും റഷ്യൻ സൈന്യവും ആക്രമണം അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തിയിരുന്നു. ആക്രമണങ്ങൾക്ക് ഇരുവിഭാഗവും പരസ്പരം പഴിചാരി രംഗത്തെത്തുകയും ചെയ്തു. عدد الخروقات التي قام بها النظام تجاوزت 350 خرق خلال الأيام 14 الماضية. كل هذا يدل أن النظام حقيقة കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 10 തവണ രാജ്യത്ത് വെടിനിർത്തൽ കരാർ ലംഘനം നടന്നെന്ന് റഷ്യൻ സൈന്യം റിപ്പോർട്ട് ചെയ്തു. ഭാഗിക വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ സമ്മതമാണെന്ന് രാജ്യത്തെ 42 സായുധ സംഘങ്ങൾ അറിയിച്ചു. ആഭ്യന്തര സംഘർഷം രൂക്ഷമായിരിക്കുന്ന സിറിയയിലെ പ്രശ്നം പരിഹരിക്കുന്നതിന് നാളെ ജനീവയിൽ 2ാം ഘട്ട ചർച്ചകൾ ആരംഭിക്കും. ഫെബ്രുവരി 3-ന് ജനീവയിൽ നടന്ന ആദ്യഘട്ട ചർച്ചകൾ തീരുമാനമാകാതെയാണ് പിരിഞ്ഞത്. ചർച്ചയിൽ സിറിയയിലെ പ്രതിപക്ഷ പാർട്ടികളും പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. GCC ട്രാഫിക് വാരാഘോഷത്തിന്റെ കുവൈത്ത് തല ഉദ്ഘാടനം ഗതാഗത വകുപ്പ് മേധാവി മേജർ ജനറൽ യൂസഫ് അൽ മുഹന്ന നിർവഹിച്ചു. നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങളുടെ വിധി നിർണ്ണയിക്കുന്നത് എന്നാണ് ട്രാഫിക് അവയർനെസ് വീക്കിന്റെ മുദ്രാവാക്യം.
വാരാചരണത്തിന്റെ ഭാഗമായി വിവിധ GCC രാജ്യങ്ങളിലെ ഗതാഗത വകുപ്പ് പ്രതിനിധികൾ ട്രാഫിക് പോലീസുകാർക്കൊപ്പം കുവൈത്ത് നിരത്തുകളിൽ ബോധവൽക്കരണ പരിപാടികളിൽ സംബന്ധിക്കും. അവന്യൂസ് മാളിൽ പ്രത്യേക ട്രാഫിക് ബോധവൽക്കരണ പ്രദർശനവും ആരംഭിച്ചിട്ടുണ്ട്. ഒമാനിൽ പുതിയ വാഹനങ്ങളുടെ രജിസ്ട്രേഷനിൽ വർധനവെന്ന റിപ്പോർട്ട്. 5 വർഷത്തിനുള്ളിൽ 6.5 ലക്ഷത്തോളം പുതിയ വാഹനങ്ങളാണ് നിരത്തിലിറങ്ങിയത്. ഇതാദ്യമായാണ് ഒമാനിൽ നിരത്തിലിറങ്ങുന്ന പുതിയ വാഹനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുന്നത്. രാജ്യത്തെ സമ്പദ്ഘടനയുടെ മികച്ച കുതിപ്പും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതും പുതിയ വാഹനങ്ങളുടെ ആവശ്യക്കാരെ വർദ്ധിപ്പിച്ചതായി ഔദ്യോഗിക വാർത്താ ഏജൻസി പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു. പുതിയ വാഹനങ്ങളിൽ 74% സ്വകാര്യ വാഹനങ്ങളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 1 ലക്ഷത്തിലധികം വാണിജ്യ വാഹനങ്ങളും 23,000 റെന്റൽ കാറുകളും 13,000 സർക്കാർ വാഹനങ്ങളും 7,000 ടാക്സികളും 964 ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങളും കഴിഞ്ഞ 5 വർഷ കാലയളവിൽ പുതുതായി രജിസ്റ്റർ ചെയ്തു. കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്ത വർഷം 2014 1,43,000 വാഹനങ്ങളാണ് 2014 മാത്രമായി രജിസ്റ്റർ ചെയ്തത്. എണ്ണവിലയിടിവും മാന്ദ്യഭീതിയുമെല്ലാം കഴിഞ്ഞ വർഷം വാഹന വിപണിയെ ബാധിച്ചിട്ടുണ്ട്. 1,09,000 പുതിയ വാഹനങ്ങൾ മാത്രമാണ് കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്തത്. ഷോറൂമുകളുടെ ആകർഷകമായ ഓഫറുകൾക്കൊപ്പം മികച്ച നിരക്കിൽ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും വാഹന വായ്പകളും വാഗ്ദാനം ചെയ്തെങ്കിലും കഴിഞ്ഞ വർഷത്തെ വിപണിയിൽ ഉണർവുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. സർക്കാർ ജീവനക്കാരുടെ ഗ്രേഡ് ഏകീകരിച്ചതിനെ തുടർന്ന് വേതനത്തിലുണ്ടായ വർധനവാണ് സ്വകാര്യ വാഹന രജിസ്ട്രേഷൻ വർദ്ധിക്കാൻ കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മീഡിയ 1 മസ്കത്ത്. 2.5 വർഷം കൊണ്ട് ഫ്ളാറ്റ് നൽകാമെന്ന് പറഞ്ഞ് പണം വാങ്ങിയിട്ട് 6 വർഷം കഴിഞ്ഞിട്ടും ഫ്ളാറ്റ് നൽകാതെ വഞ്ചിച്ചതായി പരാതി. കൊച്ചി കാക്കനാട്ട് മേജർ പ്രൊജക്ട്സ് നടപ്പാക്കുന്ന എസ്പെറൻസ് അപ്പാർട്ട്മെന്റ് പദ്ധതിയിൽ തങ്ങളിൽ നിന്ന് 22 ലക്ഷം രൂപ മുതൽ 33 ലക്ഷം രൂപ വരെ ഈടാക്കിയ ശേഷം ഫ്ളാറ്റ് നൽകിയില്ലെന്ന് 40ഓളം പ്രവാസികളാണ് ദുബൈയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപണമുന്നയിച്ചത്. 9 വർഷം മുമ്പ് ആരംഭിച്ച എസ്പെറൻസ പദ്ധതിയിൽ 180 അപ്പാർട്ട്മെന്റുകളും 4 നിലയിൽ വാണിജ്യ സ്ഥലവുമുണ്ടെന്നായിരുന്നു പറഞ്ഞത്. ഒറ്റമുറി ഫർണിഷ്ഡ് ഫ്ളാറ്റിന് 25 ലക്ഷം രൂപയാണ് അന്ന് വിലയിട്ടത്. പരസ്യം കണ്ട് നിരവധി പേർ ഫ്ളാറ്റുകൾ ബുക്ക് ചെയ്യുകയും ചെയ്തു. കൂടുതലും പ്രവാസികളായിരുന്നു. 2010 ജൂലൈയിൽ ഫ്ളാറ്റ് കൈമാറുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ ഇത് നീണ്ടുപോയി. കമ്പനിക്കുള്ളിലെയും കുടുംബത്തിലെയും പ്രശ്നങ്ങളാണ് കാരണമെന്നും ഉടൻ പരിഹാരം കാണുമെന്നും ചെയർമാൻ പലവട്ടം അറിയിച്ചതായി നിക്ഷേപകർ പറയുന്നു. എന്നാൽ 11 നില കെട്ടിട നിർമ്മാണം പൂർത്തിയായെങ്കിലും മിനുക്കുപണികളും താമസയോഗ്യമാക്കാനുള്ള നടപടികളും ഇനിയും ഉണ്ടായില്ല. 2014 ഡിസംബറിൽ ഫ്ളാറ്റ് കൈമാറാമെന്നായിരുന്നു അവസാനം നൽകിയ ഉറപ്പ്. അതും ഉണ്ടായില്ല. UAEയിൽ മാത്രം 60ഓളം പേർ ഫ്ളാറ്റിന് പണം നൽകിയിട്ടുണ്ട്. ഖത്തറിലും സൗദിയിലുമെല്ലാം നിക്ഷേപകരുണ്ട്. ബാങ്ക് വായ്പയെടുത്തും സമ്പാദ്യം പൂർണ്ണമായി നൽകിയും പണം നൽകിയവരുണ്ട്. ബന്ധപ്പെട്ടവർക്ക് ഇത് സംബന്ധിച്ച് നിവേദനം നൽകുമെന്ന് നിക്ഷേപകർ അറിയിച്ചു. അബ്ദുൽ ഖാദർ, ലതാ ജോർജ്, ജോബ് വർഗീസ്, വിമൽ ഭാട്യ, ശ്രീകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. മീഡിയ 1 ദുബൈ. ഖത്തറിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ സ്ഥാപിക്കേണ്ടത് അനിവാര്യമാണെന്ന് സാമൂഹ്യ വിദ്യാഭ്യാസ പ്രവർത്തകർ അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ ഇന്ത്യൻ പ്രവാസികൾ അനുഭവിക്കുന്ന വലിയ പ്രശ്നങ്ങളിലൊന്നായ കുട്ടികളുടെ സ്കൂൾ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ മീഡിയ ഫോറമാണ് ദോഹയിൽ വിദ്യാഭ്യാസ ചർച്ച സംഘടിപ്പിച്ചത്. ഖത്തറിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ പ്രവേശനം ലഭിക്കാത്ത പ്രതിസന്ധിക്ക് പരിഹാര നിർദ്ദേശങ്ങൾ സ്വരൂപിക്കാനായി IMF സംഘടിപ്പിച്ച ചർച്ചയിൽ പങ്കെടുത്തവർ ഏകസ്വരത്തിലാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞത്. ICC പ്രസിഡന്റ് ഗിരീഷ് കുമാർ, IBPN പ്രസിഡന്റ് KM വർഗീസ്, വിവിധ സ്കൂളുകളുടെ മാനേജ്മെന്റ് പ്രതിനിധികളും വിദ്യാഭ്യാസ പ്രവർത്തകരുമായ ഡോക്ടർ മോഹൻ തോമസ്, KC അബ്ദുൽ ലത്തീഫ്, സലീം പൊന്നമ്പത്ത്, ബാബുരാജൻ, ജോപ്പച്ചൻ തുടങ്ങിയവരും മാധ്യമപ്രവർത്തകരായ അമാനുള്ള വടക്കാങ്ങര, സന്തോഷ് ചന്ദ്രൻ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. മാധ്യമപ്രവർത്തകൻ ജോസഫ് വർഗീസ് ആമുഖ പ്രഭാഷണം നടത്തി. ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ ആരംഭിക്കുന്നതിനായി ഖത്തറിലെ സ്വകാര്യ വിദ്യാഭ്യാസ വിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇതിനായുള്ള അടിയന്തര തുടർ പ്രവർത്തനങ്ങൾ സ്വീകരിക്കാൻ ഇന്ത്യൻ കൾച്ചറൽ സെന്റർ സന്നദ്ധമാണെന്നും പ്രസിഡന്റ് ഗിരീഷ് കുമാർ വ്യക്തമാക്കി. സ്കൂൾ പ്രവേശനം ലഭിക്കുന്നതിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നേരിടുന്ന പ്രതിസന്ധിയും ആശങ്കയുമാണ് പ്രധാനമായി ചർച്ച ചെയ്തത്. ഇന്ത്യൻ മീഡിയ ഫോറം പ്രസിഡന്റ് GB മാത്യു അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജനറൽ സെക്രട്ടറി OP ഷാനവാസ് നന്ദി പറഞ്ഞു. മീഡിയ 1 ദോഹ. സൗദിയിലെ ആഭ്യന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള അന്താരാഷ്ട്ര സർവീസുകളുടെയും യാത്രക്കാരുടെയും എണ്ണം വർദ്ധിക്കുന്നു. 2015 മുൻ വർഷത്തേക്കാൾ 51% വിമാന സർവീസുകളുടെ എണ്ണത്തിലുണ്ടായ വർധനവെന്ന് സിവിൽ ഏവിയേഷൻ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. 26,361 സർവീസുകളാണ് ആഭ്യന്തര വിമാനത്താവളത്തിൽ നിന്ന് രാജ്യത്ത് പുറത്തേക്കും തിരിച്ചും സർവീസ് നടത്തുന്നത്.
യാത്രക്കാരുടെ എണ്ണത്തിൽ 2014 40% വർധനവാണുണ്ടായത്. 29 ലക്ഷത്തിലേറെ പേരാണ് 2015 യാത്ര ചെയ്തത്. ഫാസിസത്തിന് മേൽക്കൈ ലഭിക്കുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്നത് സ്ത്രീ സമൂഹമാണെന്ന് ദോഹയിൽ നടന്ന വനിതാ സെമിനാർ അഭിപ്രായപ്പെട്ടു. ലോക വനിതാ ദിനത്തിനോടനുബന്ധിച്ച് FCC വനിതാ വേദിയാണ് ചർച്ചാ സദസ്സ് സംഘടിപ്പിച്ചത്. ഫാസിസ കാലത്ത് വനിതകളുടെ വർത്തമാനം എന്ന തലക്കെട്ടിൽ FCC ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചർച്ചയിൽ ദോഹയിലെ വിവിധ തുറകളിൽ നിന്നുള്ള വനിതകൾ പങ്കെടുത്തു. FCC വനിതാ വേദി നേതൃത്വം നൽകിയ പരിപാടിയിൽ ഖത്തറിലെ ജീവകാരുണ്യ പ്രവർത്തകയായ മോളി പോളി മാത്യു മുഖ്യാതിഥിയായിരുന്നു. ഷീല ടോമി, റജീന അലി, ലത നായർ, മെഹർബാൻ, സുപ്രിയ നായർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഫ്രണ്ട്സ് കൾച്ചറൽ സെന്റർ വനിതാവേദിയിലെ ത്വയ്യിബ അർഷദ് വിഷയം അവതരിപ്പിച്ചു. ഫാസിസക്കാലത്ത് സ്ത്രീകൾക്ക് മേൽ വീണ്ടും നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്നും പലതരത്തിലുള്ള അടിച്ചമർത്തപ്പെടലുകളിൽ നിന്നും ഇനിയും സ്ത്രീകൾ മോചിതരാവേണ്ടതുണ്ടെന്നും ചർച്ചയിൽ പങ്കെടുത്തവർ ഓർമ്മപ്പെടുത്തി. മീഡിയ 1 ദോഹ. ഷാർജയിൽ നടന്ന കടക്കൽ പ്രവാസി ഫോറം ഒത്തുചേരൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. സുധീർ തൊളിക്കുഴിയാണ് പ്രസിഡന്റ്. ബുനൈസ് കാസിമിനെ ജനറൽ സെക്രട്ടറിയായും നസീഫ് കുമിളിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. നോർക്കയുമായി സഹകരിച്ച് കേരള സർക്കാരിന്റെ പ്രവാസ സഹായ പദ്ധതികൾ പ്രയോജനപ്പെടുത്താൻ യോഗം തീരുമാനിച്ചു. കുവൈത്ത് ജലം വൈദ്യുത മന്ത്രാലയം ഡിജിറ്റൽ മീറ്ററിംഗ് നടപ്പിലാക്കുന്നു. നിലവിലെ ഇലക്ട്രിസിറ്റി മീറ്ററുകൾ മാറ്റി ഡിജിറ്റൽ മീറ്ററുകൾ സ്ഥാപിക്കാനുള്ള പ്രവൃത്തി അടുത്ത വർഷം മുതൽ ആരംഭിക്കാനാണ് മന്ത്രാലയത്തിന്റെ പദ്ധതി. ഇതിനായി വിവിധ കമ്പനികളിൽ നിന്ന് ലഭിച്ച ടെൻഡറുകൾ സെൻട്രൽ ടെൻഡർ കമ്മിറ്റിയുടെ പരിഗണനയിലാണെന്നും പ്രീപേയ്മെന്റ് രീതിയിലാകും സ്മാർട്ട് മീറ്ററിംഗ് സംവിധാനം നടപ്പാക്കുകയെന്നും വൈദ്യുതി മന്ത്രി മുഹമ്മദ് അൽ ജസാർ അറിയിച്ചു. ഫറൂഖ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഫോസ ദുബൈയുടെ വനിതാ വിഭാഗം വിവിധ പരിപാടികളോടെ വനിതാ ദിനം ആചരിച്ചു. ദുബായ് ഊദ് മേത്തയിലെ സ്പിൻസർ റെസ്റ്റോറന്റിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഫോസ വനിതാ വിഭാഗം കൺവീനർ റാബിയ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരി ഷീല പോൾ ഉദ്ഘാടനം ചെയ്തു. വിജയരാഘവൻ, ജമീൽ ലത്തീഫ്, മലയിൽ മുഹമ്മദ് അലി, യാസിർ ഹമീദ്, റാഷിദ് തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. ഹനാന ഷാനവാസ് സ്വാഗതവും സബിത കൊളക്കാടൻ നന്ദിയും പറഞ്ഞു. വനിതകൾക്കായി പുഡിംഗ് കോമ്പറ്റീഷൻ, പെയിന്റിംഗ്, ക്വിസ് മത്സരം എന്നിവയും സംഘടിപ്പിച്ചു. ജിദ്ദ ഇന്ത്യ ഫ്രെറ്റേണിറ്റി ഫോറം സംഘടിപ്പിക്കുന്ന ഹെൽത്തി ലൈഫ് ഹാപ്പി ലൈഫ് എന്ന പേരിൽ ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കമായി. സൗദി ആരോഗ്യ മന്ത്രാലയം കമ്മ്യൂണിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ മുഹന്നദ് ഉദ്ഘാടനം ചെയ്തു. യോഗ പരിശീലനം, വിവിധ സംസ്ഥാനക്കാർ തമ്മിലുള്ള വടംവലി മത്സരം എന്നിവയും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്നു. ബോധവൽക്കരണ ക്ലാസുകൾ, ലഘുലേഖ വിതരണം തുടങ്ങിയ പരിപാടികളോടൊപ്പം വിവിധ സ്പോർട്സ്, ഗെയിംസ് മത്സരങ്ങളും ക്യാമ്പയിന്റെ ഭാഗമായി നടക്കും. അബ്ദുൽ ഖാദർ ഖാൻ, ജാഫർ അലി പാലേക്കാട്, അഷ്റഫ് മൊറയൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് അലി സ്വാഗതവും മുദ്ദസീർ നന്ദിയും പറഞ്ഞു. കല കുവൈത്ത് സാമൂഹ്യക്ഷേമ വിഭാഗം സൗജന്യ വൈദ്യ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഫഹാഹിൽ പ്രൈവറ്റ് പോളിടെക്നിക്, അൽ സബാഹ് പോളിടെക്നിക് എന്നിവയുടെ സഹകരണത്തോടെ മംഗഫ് കല ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പയിനിൽ ഡോക്ടർമാരായ ധീരജ് ഷെട്ടി, പ്രഭാത് കുമാർ, ഫൈസൽ അൽമീർ, ആനന്ദ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. CK നൌഷാദ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രഥമ കരാട്ടെ പ്രീമിയർ ലീഗ് ഏപ്രിൽ 9, 10 തീയതികളിൽ ദുബായ് അൽ അഹ്ലി ക്ലബിൽ നടക്കും. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ രക്ഷാകർതൃത്വത്തിൽ ലോക കരാട്ടെ ഫെഡറേഷന്റെ സഹകരണത്തോടെയാണ് പരിപാടി. മത്സരത്തിൽ പങ്കെടുക്കാനായി ഇതിനോടകം ഇന്ത്യ ഉൾപ്പെടെ 40 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ രജിസ്റ്റർ ചെയ്തതായി UAE കരാട്ടെ ഫെഡറേഷൻ പ്രസിഡന്റ് ജനറൽ നാസർ അൽ റസൂക്കി പറഞ്ഞു. ഇതിന് മുന്നോടിയായി ഏപ്രിൽ 7, 8 തീയതികളിൽ ദുബായ് ഓപ്പൺ മത്സരവും സംഘടിപ്പിക്കുന്നുണ്ട്. 14 വയസ്സിന് താഴെയുള്ളവർക്കും വൈകല്യമുള്ളവർക്കും പ്രത്യേക മത്സരമുണ്ടാകും. $1 ലക്ഷം സമ്മാനത്തുക. ജിദ്ദയിൽ നടക്കുന്ന സിഫ് ഫുട്ബോൾ ടൂർണമെന്റ് സെമി ഫൈനൽ മത്സരങ്ങളിൽ സബീൽ FC ബ്ലൂ സ്റ്റാർ ടീമിനെയും മക്ക ഇന്ത്യൻ FC ബ്ലാസ്റ്റേഴ്സ് കമ്പൈൻ FCയെയും പരാജയപ്പെടുത്തി. മറുപടിയില്ലാത്ത 3 ഗോളുകൾക്കാണ് സബീൻ FCയുടെ ജയം. C ഡിവിഷനിൽ ടൈ ബ്രേക്കറിലൂടെ ന്യൂകാസിൽ സ്പോർട്ടിംഗ് ബ്ലൂ സ്റ്റാർ സീനിയേഴ്സിനെയും പരാജയപ്പെടുത്തി ഫൈനലിൽ പ്രവേശിച്ചു. VP സുഹൈർ, ബദറുദ്ദീൻ മുഹമ്മദ് അലി, അബു സുഫിയാൻ, ജലാലുദ്ദീൻ എന്നിവരെ വിവിധ ഡിവിഷനുകളിൽ മികച്ച കളിക്കാരായി തെരഞ്ഞെടുത്തു. ഇതോടെ മിഡ് ഈസ്റ്റ് അവർ ഇവിടെ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.